ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം ഇന്നത്തെ വീഡിയോ ഒരു പുട്ടുണ്ടാക്കുന്ന വീഡിയോ ആണ്. എന്തിനാണ് ഈ പുട്ടെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ എന്തിനാണ് ചെയ്യുന്നത്? ഇതപ്പോൾ ആരും ഉണ്ടാക്കാത്തതെന്ന് ചിന്തിക്കേണ്ട. ഇന്ന് നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മൾ തന്നെ പൊടി റെഡിയാക്കിയിട്ട് നമ്മൾ തന്നെ ചുട്ടെടുക്കുകയാണ്. അപ്പം സാധാരണ നമ്മൾ പാക്കറ്റിൽ വാങ്ങിയിട്ട് അതിനെ കുഴച്ചിട്ടെല്ലാം റെഡിയാക്കുന്നത്. അപ്പം നമ്മളിത് രാത്രി അരി കുതിരാനിട്ട് അതിന് ശേഷം രാവിലെ കഴുകി വാർത്തെടുത്തിട്ട് നമ്മൾ തന്നെ മിക്സി ജാറിൽ പൊടിച്ച് നമ്മൾ തന്നെ പുട്ടുണ്ടാക്കിയെടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളപ്പം പുട്ടിനുള്ള തേങ്ങ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുട്ടിന് ഒരു തേങ്ങ മതി എന്ന് ചിന്തിച്ചിട്ട് ഞാൻ അടുത്തന്നെ ചിരവ ഉണ്ടായപ്പം വേഗം ചിരവി എടുത്തതാണ് കേട്ടോ. അപ്പം 2-3 തേങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ, 4-5 തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിൽ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം, ചിരകിയെടുക്കാം. പിന്നെ ഒന്നായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്, ഈ ചിരവ യൂസ് ചെയ്തത്. അപ്പം അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഉമ്മയാണ് ചിരകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം. കണ്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ വീഡിയോയിലൊന്നും പറയാൻ വിട്ടുപോയി. ഇപ്പോൾ അരീൻ്റെ മെഷർമെൻറ്റ്, രാത്രി അരി കുതിരാനിടാനുള്ള മെഷർമെൻറ്റ് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പം എല്ലാവരുടെ വീട്ടിലും റേഷൻ അരി ഉണ്ടാവുമല്ലോ, സ്റ്റോറിലരി. അപ്പം അതൊരു 2 ഗ്ലാസ് എടുക്കുക. അതേ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പച്ചരി ഇടുക. അത് മാത്രം മതി. പിന്നെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ, നല്ല വൈറ്റായിട്ട് ടേസ്റ്റ് കിട്ടണമെങ്കിൽ, നല്ല മണം കൂട്ടണമെങ്കിൽ, ഞാനിപ്പോൾ ഈ പുട്ടിന് ഞാൻ ബിരിയാണി റൈസാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ പച്ചരിക്ക് പകരം പിന്നെ ബിരിയാണി റൈസ് 1/2 ഗ്ലാസ് ഇട്ടാൽ മതി. അപ്പം അത് ഇട്ടിട്ട് നല്ല വാഷ് ചെയ്തിട്ട് രാത്രി വെച്ചാൽ മതി. രാവിലെ നല്ല അരി കഴുകി വാഷ് ചെയ്തിട്ട് നല്ലൊരു അരിപ്പയിൽ അത് വെള്ളം വാർന്നെടുക്കാൻ വെക്കുക. അതിനുശേഷം പൊടി തയ്യാറാക്കുക, മിക്സി ജാറിലിട്ടിട്ട് പുട്ട് ചൂടാൻ തുടങ്ങുക. നമ്മളിതാ ഈ വീഡിയോയിൽ പുട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ പുട്ടുപൊടിയിലിട്ടത് ബിരിയാണി റൈസാണ് കേട്ടോ. അതുകൊണ്ട് നല്ല വൈറ്റ് കളറുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്, നല്ല മണവും ടേസ്റ്റും ഉണ്ട്. വെറുതെ തന്നെ തിന്നാം ഈ പുട്ട്, അത്രക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്തു. ഫ്രണ്ട്സ്, അപ്പം നമ്മളെ ചൂടുള്ള പുട്ട് ഇവിടെ റെഡിയായി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം.
എടുക്കട്ടെ